ഇന്ന് നമ്മൾ ശ്രീ ലളിതാ ത്രിപുര സുന്ദരിയുടെ 572 മുതൽ 600 വരെയുള്ള നാമങ്ങളാണ് മനസ്സിലാക്കാൻ പോകുന്നത്. 116 ശ്ലോകം. പരാശക്തി പരാനിഷ്ഠ പ്രജ്ഞാനഘനരൂപിണി മാധ്വീപാനാലസാമത്ത മാതൃക വർണ്ണരൂപിണി. പരാശക്തി, സർവോത്കൃഷ്ടമായ ശക്തി, ദേഹത്തിലെ 10ാമത്തെ ധാതു എന്നൊക്കെ ഈ നാമത്തിന് അർത്ഥം കാണുന്നു. ആദിശക്തിയായി പ്രകാശരൂപമായ ബ്രഹ്മത്തിൻ്റെ സ്ഫുരണമായി വിമർശരൂപിണിയാണ് ദേവി. അതുപോലെ സർവഭൂതങ്ങളിലും നിലനിന്ന് അവയിലെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നിവയേക്കാൾ ഉത്കൃഷ്ടമായത് ആണ് ദേവി. ദേഹത്തിൽ 9 ധാതുക്കളുണ്ട്. അവയ്ക്ക് അവയുടേതായ ഉത്ഭവസ്ഥാനവുമുണ്ട്. 10ാമത് ഒരെണ്ണം ഒറ്റയ്ക്ക് നിലനിൽക്കുന്നു അത്രേ. അതിനെ പരാശക്തി എന്ന് പറയുന്നു. പരാനിഷ്ഠ, നിഷ്ഠ എന്നതിന് വ്രതം, ദൃഢമായ വിശ്വാസം, സമാപ്തി എന്നൊക്കെയാണ് അർത്ഥം പറയുന്നത്. അതിൽ ഇവിടെ യോജിച്ചത് സമാപ്തി എന്നതാണ്. എല്ലാ ലോകങ്ങളിലുമുള്ള എല്ലാ കർമ്മങ്ങളും ദേവിയിൽ തന്നെയാണ് ചെന്നു ചേരുന്നത്, അതായത് സമാപിക്കുന്നത് എന്നതിനാൽ പരാനിഷ്ഠ. പ്രജ്ഞാനഘനരൂപിണി, ഒരു കുറവുമില്ലാത്ത പൂർണ്ണജ്ഞാനം എന്നാണ് പ്രജ്ഞാനത്തിൻ്റെ അർത്ഥം കാണുന്നത്. അങ്ങനെയുള്ള ഘനീഭൂതമായ പ്രജ്ഞാനത്തിൻ്റെ രൂപമാണ് ദേവിക്കെന്ന് ഈ നാമം കൊണ്ട് അർത്ഥമാക്കുന്നു. ഒരു സ്ഥലത്തും ഒരു വിടവുമില്ലാതെ സ്വയം പ്രകാശിക്കുന്ന, സർവവും സത്യസ്ഥിതിയിൽ അറിയുന്ന പൂർണ്ണ ജ്ഞാനമാണ് ദേവിയെന്ന് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. മാധ്വീപാനാലസ, മാധ്വി എന്നാൽ മുന്തിരി കൊണ്ട് ഉണ്ടാക്കുന്ന മദ്യം. ഈ മദ്യം സേവിച്ചതിനാൽ ആലസ്യത്തോടു കൂടിയവളാണ് ദേവിയെന്ന് ഈ നാമം അർത്ഥമാക്കുന്നു. ഈ മദ്യം സേവിച്ചതിനാൽ ആത്മാനന്ദം അനുഭവിക്കുകയും അതുകൊണ്ട് ബാഹ്യകാര്യങ്ങളിൽ ഉത്സാഹം കുറഞ്ഞവളായിരിക്കുകയാണ്, അതായത് ആലസ്യയാണ് ദേവിയെന്ന് അർത്ഥമാക്കുന്നു. മത്ത, മതിച്ചിരിക്കുന്നവൾ, മത്തുപിടിച്ചിരിക്കുന്നവൾ, പരമശിവൻ്റെ അഹങ്കാരമായിട്ടുള്ളവൾ എന്നൊക്കെ അർത്ഥം കാണുന്നു. മാതൃകാവർണ്ണരൂപിണി, മാതൃകാവർണ്ണങ്ങളുടെ രൂപത്തോടു കൂടിയവൾ, അക്ഷമാല സ്വരൂപിണി എന്നൊക്കെ ഈ നാമത്തിന് അർത്ഥം കാണാം. ആ മുതൽ ക്ഷ വരെയുള്ളവ മാതൃകാക്ഷരങ്ങളാകുന്നു. വാക്കുകൾക്ക് നിറം കൊടുക്കുന്നവയാണ് ഈ അക്ഷരങ്ങൾ എന്നതിനാൽ അവ വർണ്ണങ്ങളാണ്. ഷഡ്ചക്രങ്ങളിലെ യോഗിനീ രൂപത്തിലുള്ള ദേവിയെ സേവിക്കുന്ന ദേവതകളുടെ നാമം ഈ 51 അക്ഷരങ്ങളിലാണ് തുടങ്ങുന്നതെന്ന് കണ്ടുവല്ലോ. യോഗികൾ ചക്രങ്ങളിൽ ധ്യാനിക്കുമ്പോൾ അവയിലെ നിറങ്ങൾ കാണുന്നു എന്ന് പറയുന്നു. 117 ശ്ലോകം. മഹാകൈലാസനിലയ മൃണാളമൃദുദോർലത മഹനീയ ദയാമൂർത്തി മഹാസാമ്രാജ്യശാലിനി. മഹാകൈലാസ നിലയ, മഹാകൈലാസത്തിൽ വസിക്കുന്നവളെന്ന് ദേവിയെ ഈ നാമത്തിൽ വിശേഷിപ്പിക്കുന്നു. കൈലാസ പർവ്വതത്തിൽ നിന്ന് വളരെ അകലെയായി മഹാകൈലാസമുണ്ടെന്നും അവിടെയാണ് പരമശിവൻ അർദ്ധാംഗിയായ ദേവിയോടൊപ്പം വസിക്കുന്നതെന്നും ശിവപുരാണം തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നു. ബ്രഹ്മരന്ധ്രത്തിലുള്ള സഹസ്രാരത്തെയും മഹാകൈലാസം എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് സഹസ്രാരത്തിൽ വസിക്കുന്ന ദേവി മഹാകൈലാസ നിലയ ആകുന്നു. മൃണാള മൃദുതോർലത, ദേവിയുടെ കൈകളുടെ വർണ്ണനയാണിവിടെ. കൈകളുടെ അഴകിനെയും നീളത്തെയും ഒരു വള്ളിയോടും മാർദ്ദവത്തെ താമരവളയത്തോടും ഉപമിക്കുകയാണ്. താമരവളയം പോലെ മാർദ്ദവമുള്ളതും വള്ളി പോലെ തോന്നിക്കുന്നതുമായ കൈകളോട് കൂടിയവളാണ് ദേവിയെന്ന് വിശേഷിപ്പിക്കുന്നു. മഹനീയ, എല്ലാവരാലും പൂജിക്കപ്പെടാൻ യോഗ്യയായവളെന്നാണ് ഈ നാമം കൊണ്ട് ദേവിയെ വിശേഷിപ്പിക്കുന്നത്. ദയാമൂർത്തി, ദയയുടെ മൂർത്തിഭാവമായവളാണ് ദേവിയെന്ന് ഇതിനർത്ഥം പറയുന്നു. ആരുടെയും അഭ്യർത്ഥനയില്ലാതെ ഒരുവൻ്റെ കഷ്ടപ്പാട് മനസ്സിലാക്കി അങ്ങോട്ട് ചെന്ന് യാതൊരു ലാഭേച്ഛയുമില്ലാതെ സഹായം നൽകുന്നവനാണ് ദയാലു. ദേവി അങ്ങനെയാണെന്ന് പറയുന്നു. മഹാസാമ്രാജ്യശാലിനി, ഈ നാമത്തിൻ്റെ അർത്ഥം സർവ്വലോകങ്ങളെയും ഭരിക്കുന്നവൾ, മഹാകൈലാസത്തിൻ്റെ അധിപതി എന്നൊക്കെയാണ് എന്ന് കാണാം. എല്ലാ ലോകങ്ങളെയും നിയന്ത്രിക്കുന്നത് ദേവിയുടെ ഒരു ലീലയാണ് എന്ന് ശാലിനി എന്ന നാമം കാണിക്കുന്നു. ഈശ്വരൻ്റെ ആധിപത്യത്തിലുള്ളതാണ് മഹാസാമ്രാജ്യം. അതിലെ ശക്തിയായവളാണ് ദേവി. 118 ശ്ലോകം. ആത്മവിദ്യ മഹാവിദ്യ ശ്രീവിദ്യ കാമസേവിത ശ്രീ ഷോഡശാക്ഷരീ വിദ്യ ത്രികൂട കാമകോടിക.
ആത്മവിദ്യ. ദേവി അഷ്ടാക്ഷര മന്ത്രത്തെ ആത്മവിദ്യ എന്ന് പറയുന്നു. ആ മന്ത്രത്തിൻ്റെ സ്വരൂപിണിയാണ് ദേവി. ആത്മസ്വരൂപത്തെ അറിയുവാൻ കഴിയുന്ന ബ്രഹ്മവിദ്യാ സ്വരൂപിണിയാണ് ദേവി. ഗായത്രി മന്ത്രത്തിൻ്റെ 4-ാം പാദമാകുന്നു ആത്മവിദ്യ. മഹാവിദ്യ. മഹതിയായും വിദ്യയായും ഇരിക്കുന്നവൾ, വനദുർഗാമന്ത്രമായവൾ എന്നൊക്കെ ഈ നാമത്തിന് അർത്ഥം കാണാം. നവാക്ഷരീ മന്ത്രത്തെ മഹാവിദ്യ എന്ന് പറയും. വനദുർഗാമന്ത്രവും മഹാവിദ്യയാണ്. ദേവി ഉപാസന കൊണ്ട് എല്ലാ ദുഃഖങ്ങളെയും ദൂരീകരിക്കുന്നതിനാൽ ദേവി അതിശ്രേഷ്ഠമായ വിദ്യയായവളാണ്. ശ്രീവിദ്യ. ഈ നാമത്തിൻ്റെ അർത്ഥം പഞ്ചാക്ഷരീ രൂപമായവളാണ് ദേവി എന്നാണ്. ഉപാസകരിൽ വളരെയധികം മാറ്റം വരുത്തുന്ന ഒരു മന്ത്രമാണിത്. ദേവിയുടെ പഞ്ചാക്ഷരി മന്ത്രത്തെ ശ്രീവിദ്യ എന്ന് പറയുന്നു. ആത്മവിദ്യ, മഹാവിദ്യ, ശ്രീവിദ്യ എന്നീ മന്ത്രങ്ങൾ ഗുരുമുഖത്ത് നിന്ന് പഠിച്ച് ഉപാസിക്കേണ്ടതാണ്. അതല്ല എങ്കിൽ അതിൻ്റെ ഫലം വിപരീതമാകാം. കാമസേവിത. കാമദേവനാൽ പൂജിക്കപ്പെട്ടവളാണ് ദേവി എന്ന് നാം നേരത്തെ കണ്ടു കഴിഞ്ഞതാണ്. കാമദേവനാൽ സേവിക്കപ്പെടുന്നവളെന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. ശ്രീ ഷോഡശാക്ഷരീ വിദ്യ. ദേവിയെ ഷോഡശാക്ഷരീ മന്ത്രത്തിൻ്റെ രൂപമായവളെന്ന് ഇവിടെ വർണ്ണിക്കുന്നു. ശ്രീ ചേർത്ത പഞ്ചദശാക്ഷരി മന്ത്രമാണ് ഷോഡശാക്ഷരി മന്ത്രം. ഇതും ഗുരുവിൽ നിന്ന് ഉപദേശം കിട്ടിയവർ മാത്രം ഉപയോഗിക്കേണ്ടതാണ്. അതിൻ്റെ മാഹാത്മ്യം ആർക്കും വർണ്ണിക്കുവാൻ കഴിയില്ല എന്ന് പറയുന്നു. ആത്മവിദ്യ, മഹാവിദ്യ, ശ്രീവിദ്യ, ശ്രീ ഷോഡശാക്ഷരി വിദ്യ എന്നിവ കർമ്മമാർഗത്തെപ്പറ്റി പറയുന്ന മന്ത്രങ്ങളാണ്. ത്രികൂട. 3 കൂടങ്ങളോട് കൂടിയവൾ എന്ന ഈ നാമത്തിന് അർത്ഥം പറയുന്നു. വാഗ്ഭവകൂടം, മധ്യകൂടം, ശക്തികൂടം എന്നിവയാണ് ഈ 3 കൂടങ്ങൾ. ഇവയെപ്പറ്റി നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. കാമകോടിക. കാമേശ്വരൻ്റെ കോടിയായുള്ളവൾ, കാമകോടി പീഠത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നെല്ലാം ഈ നാമം കൊണ്ട് അർത്ഥമാക്കുന്നു. ആദ്യത്തേതിന് പരമശിവന് സമമായുള്ളവളെന്നും അർത്ഥം വരുന്നു. കാഞ്ചീപുരത്തെ കാമാക്ഷി ക്ഷേത്രം കാമകോടി പീഠം എന്നറിയപ്പെടുന്നതിനാൽ ദേവി കാമകോടിയാകുന്നു. 119-ാം ശ്ലോകം. കടാക്ഷകിങ്കരീഭൂത കമലാകോടിസേവിത ശിരസ്ഥിത ചന്ദ്രനിഭ ഭാലസ്തേന്ദ്രധനുപ്രഭ. കടാക്ഷകിങ്കരിഭൂത കമലാകോടി സേവിത. കമല എന്നാൽ ലക്ഷ്മി എന്ന് അർത്ഥമാക്കിയാൽ ഈ നാമം കൊണ്ട് ദേവിയെ കടാക്ഷത്തിനാൽ ദാസ്യത്വം വഹിക്കുന്ന കോടിക്കണക്കിന് ലക്ഷ്മിമാരാൽ സേവിക്കപ്പെടുന്നവളെന്ന് വിശേഷിപ്പിക്കാം. ത്രിപുരസുന്ദരിയുടെ കടാക്ഷം തന്നെ ഒരു ഉപാസകന് ലക്ഷ്മീദേവി ഐശ്വര്യം നൽകാൻ കാരണമാകുന്നു. അതിനുവേണ്ടി ലക്ഷ്മീദേവിയെ വേറെ ആരാധിക്കേണ്ടതില്ല എന്ന് സാരം. ശിരസ്ഥിത. ശിരസിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവിയെന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നു. ശിരസിലാണല്ലോ സഹസ്രാര ചക്രം. അവിടെ ദേവി സ്ഥിതി ചെയ്യുന്നതിനാൽ ശിരസ്ഥിത എന്ന് പറയുന്നു. ബ്രഹ്മരന്ധ്രത്തിലുള്ള അകല സഹസ്രാര ചക്രമാണ്. ദേഹമാകുന്ന ശ്രീചക്രത്തിലെ കേന്ദ്രബിന്ദുവാണ് അകല. അത് ശിവസ്ഥാനമാണ്. അതിൽ ദേവി സ്ഥിതി ചെയ്യുന്നു. ചന്ദ്രനിഭ. ചന്ദ്രനോട് തുല്യയായവളെന്നാണ് ഈ നാമത്തിൽ ദേവിയെ വിശേഷിപ്പിക്കുന്നത്. ഭാലസ്തേന്ദ്ര ധനുപ്രഭ. ഇത് 2 നാമങ്ങളായി മനസ്സിലാക്കണം. ഭാലസ്ത എന്നും ഇന്ദ്രധനുപ്രഭ എന്നും. ഭാലസ്ത. ഭാലം എന്നാൽ നെറ്റി. അപ്പോൾ ഭാലസ്ത എന്നാൽ നെറ്റിയിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവിയെന്ന് അർത്ഥം. ഇന്ദ്രധനുപ്രഭ. ഇന്ദ്രധനുസിൻ്റെ, അതായത് മഴവില്ലിൻ്റെ പ്രഭയോടുകൂടിയവളാണ് ദേവിയെന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നു. 120-ാം ശ്ലോകം. ഹൃദയസ്ഥാരവിപ്രഖ്യാ ത്രികോണാന്തരദീപിക ദാക്ഷായണി ദൈത്യഹന്ത്രി ദക്ഷയജ്ഞവിനാശിനി. ഹൃദയസ്ഥ. ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവിയെന്ന് വിശേഷിപ്പിക്കുന്നു. രവിപ്രഖ്യ. സൂര്യനിൽ നിന്ന് അഭിന്നയായവൾ, സൂര്യൻ്റെ ശോഭയോടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നൊക്കെയാണ് ഈ നാമത്തിൻ്റെ വിശേഷണം. ഹൃദയത്തിൽ സൂര്യമണ്ഡലമുണ്ട്. വിദ്യയുടെ 2ാമത്തെ കൂടമായ സൂര്യമണ്ഡലമായി സ്ഥിതി ചെയ്യുന്നു ദേവിയെന്ന് പറയുന്നു. ത്രികോണാന്തരദീപിക. ത്രികോണത്തിൻ്റെ അകത്തുള്ള വെളിച്ചമാണ് ദേവിയെന്ന് പറയുന്നു. മൂലാധാരപത്മത്തിൻ്റെ കർണികയിൽ ഒരു ത്രികോണമുണ്ട്. അത് അഗ്നിമണ്ഡലമാണ്. പ്രഥമകൂട സ്വരൂപമായ
ഈ ത്രികോണത്തിൽ ദീപം പോലെ പ്രകാശിക്കുന്നവളാണ് ദേവിയെന്ന് പറയുന്നു. ദാക്ഷായണി, ദക്ഷൻ്റെ പുത്രി ദാക്ഷായണി. ബ്രഹ്മപുത്രനായ ദക്ഷൻ്റെ പുത്രിയായ സതിയാണ് ദേവി. ദക്ഷൻ്റെ എതിർപ്പുകൾ മറികടന്ന് സതി ശിവനെ പരിണയിച്ചു. ദൈത്യഹന്ത്രി, ദൈത്യന്മാരെ ഹനിക്കുന്നവളാണ് ദേവിയെന്ന് പറയുന്നു. ഭണ്ഡാസുരൻ, മഹിഷാസുരൻ, ശുംഭ നിശുംഭർ അങ്ങനെ പല അസുരന്മാരെയും നിഗ്രഹിച്ച് ധർമ്മം സ്ഥാപിക്കാനായി വിവിധ അവതാരങ്ങൾ എടുത്തവളാണ് ദേവി. ദക്ഷയജ്ഞ വിനാശിനി, ദക്ഷൻ്റെ യജ്ഞത്തെ നശിപ്പിച്ചവളാണ് ദേവി, അതായത് സതി എന്ന് പറയുന്നു. സതീദേവി തൻ്റെ പിതാവായ ദക്ഷൻ്റെ അധർമ്മ പ്രവൃത്തികൾ സഹിക്കാതെ വന്നപ്പോൾ യോഗാഗ്നിയിൽ ദേഹത്യാഗം ചെയ്തു. അതിൽ കോപിച്ച ശിവൻ തൻ്റെ ഭൂതഗണങ്ങളെ അയച്ച് ദക്ഷൻ്റെ യജ്ഞത്തെ നശിപ്പിച്ചു. ശിവൻ്റെ ആജ്ഞപ്രകാരമാണെങ്കിലും അതിന് കാരണം ദേവിയുടെ ദേഹത്യാഗമായിരുന്നതിനാൽ ദേവിയെ ദക്ഷൻ്റെ യാഗം നശിപ്പിച്ചവളെന്ന് വിശേഷിപ്പിക്കുന്നു. ഇതോടെ ലളിതാ സഹസ്രനാമത്തിലെ 600 നാമങ്ങൾ കഴിഞ്ഞു. 6-ാം ശതകം ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് ഇന്നത്തെ 5 ശ്ലോകങ്ങൾ ചൊല്ലാം. പരാശക്തി പരാനിഷ്ഠ പ്രജ്ഞാനഘനരൂപിണി മാധ്വീപാനാലസാമത്ത മാതൃക വർണ്ണരൂപിണി മഹാകൈലാസനിലയ മൃണാളമൃദുദോർലത മഹനീയ ദയാമൂർത്തി മഹാസാമ്രാജ്യശാലിനി ആത്മവിദ്യ മഹാവിദ്യ ശ്രീവിദ്യ കാമസേവിത ശ്രീ ഷോഡശാക്ഷരീ വിദ്യ ത്രികൂട കാമകോടിക കടാക്ഷകിങ്കരീഭൂത കമലാകോടിസേവിത ശിരസ്ഥിത ചന്ദ്രനിഭ ഭാലസ്തേന്ദ്രധനുപ്രഭ ഹൃദയസ്ഥാരവിപ്രഖ്യാ ത്രികോണാന്തരദീപിക ദാക്ഷായണി ദൈത്യഹന്ത്രി ദക്ഷയജ്ഞവിനാശിനി. അടുത്ത വീഡിയോയിൽ നമുക്ക് 121-ാം ശ്ലോകം മുതൽ 125-ാം ശ്ലോകം വരെ മനസ്സിലാക്കാം.